അറിഞ്ഞിട്ടില്ലല്ലോ അറിഞ്ഞിട്ടില്ലല്ലോ. ആദ്യം ഫ്ലൈറ്റ് കയറാൻ പഠിപ്പിച്ചാണ്. ഇപ്പോൾ ഫസ്റ്റ് ഇന്റർനാഷണൽ ട്രിപ്പ് നോക്കുന്നുണ്ട്. ഹലോ മൈ ഗൈസ്, വെൽക്കം ടു മൈ ചാനൽ. നമ്മുടെ പുതിയ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരു സ്വാഗതം പറഞ്ഞ സ്വാഗതം പറഞ്ഞാണ് ഗൈസ്. ഞാൻ എൻ്റെ ജീവിതത്തിലെ ആദ്യത്തെ ഫസ്റ്റ് ഇന്റർനാഷണൽ ട്രിപ്പ് പോവുകയാണ്. ആ യാത്രയിൽ എയർപോർട്ടിലൊക്കെ വഴിയാണ് ഞാൻ. എല്ലാം വളരെ പെട്ടെന്നായിരുന്നു സുഹൃത്തുക്കളെ. അതുകൊണ്ട് മുൻകൂട്ടി അറിയിക്കാൻ കഴിഞ്ഞില്ല. എല്ലാം ഒറ്റ മൈൻഡ് യാത്ര. ഒറ്റ മൈൻഡ് പറയുമ്പോൾ ഈ യാത്രക്ക് 2 ദിവസം ഒറ്റ മൈൻഡ് വേണം. പിന്നെ വേറെ കാര്യം ചിത്ര സുഹൃത്തുക്കളെ നിങ്ങളോട് പറയുകയാണെങ്കിൽ ഞാനും മച്ചാനാണ് പോണത്. ഒരാഴ്ച ഇവരൊന്നുമില്ല, നമ്മളെ എയർപോർട്ടിൽ ആക്കാൻ വരികയാണ്. അപ്പൊ സുഹൃത്തുക്കളെ പറയാനെന്താ വെച്ചാൽ എൻ്റെ യൂട്യൂബ് പ്രേക്ഷകർ ഒരുപാട് കാലമായി പറയുന്നു മികച്ച കണ്ടന്റുകളില്ല, മികച്ച യാത്രകൾ വരുന്നില്ല, യാത്രകൾ ഇഷ്ടപ്പെട്ട് കൂടിയതാണെന്ന് പറയുന്നു. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഞാനങ്ങ് പോവുകയാണ് സുഹൃത്തുക്കളെ. അപ്പോൾ ഇൻഷാ അല്ലാ എങ്ങനെയാന്നൊക്കെ ഞാൻ വയ്യേ പറഞ്ഞുതരാം. അപ്പം ഞാൻ എയർപോർട്ടിൽ പോവുകയാണ്. അപ്പോൾ ഗൈസ് പറഞ്ഞ പോലെ ഞാൻ പോവുകയാണ്. അപ്പോൾ ഇൻഷാ അല്ലാ ഏകദേശം ഒരു മാസത്തോളം ചിലപ്പോൾ ഈ ട്രിപ്പ് ഉണ്ടാവും. അല്ലെങ്കിൽ എൻ്റെ മൈൻഡ് അനുസരിച്ച് നാട്ടിലേക്ക് എപ്പോൾ പോരാൻ തോന്നുന്നു അപ്പം ഞാൻ പോരും. അപ്പോൾ ഞാൻ സെക്യൂരിറ്റി ചെക്കും എല്ലാ പരിപാടിയും അകത്ത് കയറിയിട്ട് കാണിക്കാം. ഓക്കെ. അപ്പോൾ ഗൈസ് നമ്മളെ ബോഡി മാസ് കിട്ടി. അപ്പോൾ നമ്മൾ പോവുകയാണ്, നമ്മുടെ രാജ്യത്തേക്ക് നമ്മൾ പോവുകയാണ്. എനിക്ക് ഒരു സ്റ്റാർട്ടിങ് പ്രോബ്ലം ഉണ്ട്, രാജ്യം വേറുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇവിടുത്തെ സെക്യൂരിറ്റി ചെക്കും ബാക്കി കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഫ്ലൈറ്റ് കയറുന്നതാണ്. ഓക്കെ അല്ലേ മാത്രം ഇവിടുത്തെ മൂലാമാലകൾ തീർത്തിട്ട് വരാം. പ്രവാസ ലോകത്തേക്ക് തിരിച്ചു പോകുന്നു. ഞാൻ ട്രിപ്പ് പോകുന്നു. നമസ്കാരം, ദയവായി ശ്രദ്ധിക്കുക. വിമാനം 3204 ഗൈസ്. അപ്പോൾ എമിഗ്രേഷൻ സെക്യൂരിറ്റി ചെക്ക് എല്ലാ കാര്യങ്ങളും കഴിഞ്ഞ് ഫ്ലൈറ്റിനും വേണ്ടി വെയിറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. 11 മണിക്കാണ് ഫ്ലൈറ്റിൻ്റെ. ഐ എം വെരി എക്സൈറ്റഡ് ബിക്കോസ് മൈ ഫസ്റ്റ് ഇൻ്റർനാഷണൽ ഫ്ലൈറ്റ്. എൻ്റെ ഇപ്പോൾ ആദ്യത്തെ ഫ്ലൈറ്റ് ബോസായിരുന്നു. എന്നെ ആദ്യം ഫ്ലൈറ്റ് കയറാൻ പഠിപ്പിച്ചാണ്. ഇപ്പോൾ ഫസ്റ്റ് ഇൻ്റർനാഷണൽ ട്രിപ്പ് നോക്കുന്നുണ്ട്. ഞാൻ ചെക്കൻ്റെ നിൽക്കാൻ കിട്ടോ ഇന്നലെ എല്ലാം വളരെ പെട്ടെന്നായിരുന്നു. നിൽക്കാഞ്ഞിന് ഞാൻ പോകുന്നു. സാധാരണ ഒരു കഥ ഞാൻ പറഞ്ഞുതരാം. എങ്ങനെ ഇങ്ങോട്ട് എത്തിയെന്ന് ഞാൻ ഒരു വേറെ നോക്കാം. ഇതാണ് അവിടെ എത്തട്ടെ, സാധനം എത്തട്ടെ ഗൈസ്. അപ്പോൾ കയറട്ടെ, കഴിച്ചാടി വേണം. അപ്പോൾ ഗൈസ് നമ്മൾ ഫ്ലൈറ്റ് കയറിയിട്ടുണ്ട്. ഇനി ഒരു 3-3.25 മണിക്കൂറുണ്ട് നമുക്ക് യാത്ര ഉണ്ട്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് വരാം. ചിലപ്പോൾ ഒന്ന് മയക്കുന്ന നേരെ അവിടെ ഇറങ്ങിയിട്ട് ബാക്കി കാഴ്ച നമുക്ക് കാണാം. പറയും, എന്തെങ്കിലും പറയും, സുഹൃത്തുക്കളെന്തെങ്കിലും പറയും. യാത്ര പോവുകയാണ് പ്രവാസ ലോകത്തേക്ക്. അപ്പോൾ ഗൈസ് നമുക്ക് ഒരു 3-3.5 മണിക്കൂർ യാത്ര ഉണ്ട്. ഞാൻ അതിൻ്റെ ഇടയ്ക്ക് ഒരു പടം കണ്ടു തീർത്ത്. സ്റ്റഫ് നല്ല ഇത്തിരിട്ടം. സെക്കൻഡ് ഹാഫ് നൈസാണ്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ വാഷ്റൂം. അപ്പോൾ നമുക്ക് യാത്ര ഉണ്ട്. ഇനിയുണ്ട് 2 മണിക്കൂർ മിക്കവാറുണ്ടാവും. അപ്പോൾ നമ്മളെ കൊണ്ടുവരാൻ വരുന്നിട്ട് പിറ്റേ വരുന്ന ആൾക്ക് ഞാൻ വരുന്നറിയില്ല, ഓൻ വരുന്നറിയാം. കാരണം ഞാൻ ഒരു കുട്ടിനോട് പറഞ്ഞിട്ടില്ല. എല്ലാവരും സർപ്രൈസാണ്. ഞാൻ എൻ്റെ ഉമ്മാനോട് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ചിലപ്പോൾ ഉമ്മ പാപ്പാണ്ടും പറഞ്ഞിട്ടുണ്ടാവും, വേറെ ആരും അറിഞ്ഞിട്ടില്ല. അപ്പോൾ ഗൈസ് കിട്ടുന്നില്ല, ഒന്നും പറയാനും കിട്ടുന്നില്ല. വിശക്കുണ്ട്. മണിക്കൂർ യാത്ര ഉണ്ട്. ഇരുന്ന് ഇടങ്ങേറായി. ലോങ് ജേർണി ബോയ്സ് ഗൈസ് സ്കൂൾസ്. അപ്പോൾ ഗൈസ് ഇവിടുന്ന് ഒന്ന് ഉറങ്ങട്ടെ, കുറച്ചൊന്നും ഉറങ്ങട്ടെ. ഓക്കെ. അപ്പോൾ ഗൈസ് നമ്മൾ ഫ്ലൈറ്റ് ഇറങ്ങുകയാണ്. നമ്മൾ UAE ദുബായിയുടെ മണ്ണിൽ കാലി കുത്തുന്നു. അപ്പോൾ ഗൈസ് ഞാൻ എൻ്റെ ജീവിതത്തിലെ ആദ്യത്തെ രാജ്യത്തേക്ക്
കാല് കുത്തുകയാണ്. അപ്പോൾ ഐ ആം റിവീലിംഗ് മൈ പ്ലേസ്. അബുദാബി, UAE, ദുബായ്, ഷാർജ, അങ്ങനെ നീണ്ടു നിൽക്കുന്ന യാത്രകളിലേക്ക് ഞാൻ കടത്തി സുഹൃത്തുക്കളെ. ഇവിടുത്തെ കാര്യങ്ങളും തീർത്തിട്ട് പുറത്തേക്ക് ഇറങ്ങണം അല്ലേ? ബെറ്റർ ഗൈസ്. നമ്മളിങ്ങനെ നിന്ന് കൊടുത്താൽ മതി, പക്ഷെ അത് പോയിക്കോളും. പക്ഷെ നമുക്ക് നേരല്ല എന്നല്ല, നമ്മൾ നടന്നുകൊണ്ട് നിൽക്കുകയാണ്. ഇന്ന് ഇതെന്താ ഓപ്പറേഷൻ പോകേണ്ടി വരും ഗൈസ്. ഞാൻ വളരെ എക്സൈറ്റഡ് ആണ്. ഒരു ആദ്യമായി പുതിയ രാജ്യത്തായതുകൊണ്ട് ഞാൻ വളരെ എക്സൈറ്റഡ് ആണ്. ഗൈസ്, തൂവെള്ള നിറത്തിൽ അബുദാബി എയർപോർട്ട്. ഗൈസ്, ഞങ്ങൾ അടുത്ത പരിപാടി എന്താ വെച്ചാൽ ഇതിന് പത്തുമൊക്കെ ഞങ്ങൾ ബസ് പിടിച്ചു പോകും. അവിടെ നമ്മളെ അമ്മ നമ്മളെ കാത്തിരിക്കുന്നുണ്ട്, നമ്മളെ പിക്ക് ചെയ്യാൻ. അപ്പോൾ അങ്ങനെ ഗൈസ്, വലിയൊരു എയർപോർട്ട് നടന്നിട്ട് നമുക്ക് തീരുന്നില്ല, എത്തുന്നില്ല. ഫസ്റ്റ് എക്സ്പീരിയൻസ്. മച്ചാൻ ഇതൊക്കെ സിമ്പിളാ. ഇതൊക്കെ എന്തെന്ന് അറിയണേ. നമുക്ക് ബാഗ് കളക്ട് ചെയ്യണം, പുറത്തേക്ക് ഇറങ്ങണം, അതൊക്കെ അതൊക്കെ ചെയ്തിട്ട് വരാം. ഇതാണ് ഇവിടുത്തെ ബാങ്ക് കേട്ടോ. ഓൻ്റെ പെട്ടി കിട്ടി, നിൻ്റെ പെട്ടി കിട്ടണം. വരട്ടെ അടുത്ത് വരുമോ നോക്കാം, നമ്മൾ വെയിറ്റ് ചെയ്ത് കൊടുക്കാം. ആ വരുന്നു നമ്മുടെ പെട്ടി, അത് അല്ലേ? അത് തന്നെ അല്ലേ? അതെ, ഞാൻ തന്നെ. ഗൈസ്, കെട്ടി കിട്ടിയിരിക്കുന്നു. ഇനി അടുത്ത പരിപാടി ഇതിൻ്റെ ഉള്ളിൽ പുറത്ത് കിടക്കുക എന്നുള്ളത്. ഇതിൽ നിന്ന് പുറത്ത് കിടക്കട്ടെ സുഹൃത്തുക്കളെ. വളരെ കാമം പോയിട്ടായപ്പോൾ അപ്പോൾ ഇതിന് 10 കൂട്ടാം അല്ലേ? ഇതിന് 10 വരെ ബസ് പോകണം. കാണിക്കാം. ഗൈസ്, ചൂടാണ്. ഇവിടെ ചൂടാണെന്ന് അറിഞ്ഞിട്ടല്ലേ പോകുന്നത്. എന്താ കാട്ടുക? അത് വേറൊരു കേസ്. ഇതാണ് ഞങ്ങൾക്ക് പോകാനുള്ള ബസ്. പക്ഷേ സോറി, ബസ് ഔട്ട് ഓഫ് ദ സർവീസ്. ദുബായ് ബസ്. ഗൈസ്, ഞങ്ങൾ നോക്കട്ടെ. ചൂട് അറിയുന്നുണ്ട്, ഒന്നിറങ്ങിയ ചൂടറിയുന്നുണ്ട്. ഞാൻ പൊളിക്കുമ്പോൾ ഈ ചൂടത്ത്. അയ്യോ, ഞാൻ കഥ ഉണ്ട് പറഞ്ഞുതരാം ഗൈസ്. അപ്പോൾ 27 ദിർഹംസ് കൊടുത്ത് നമ്മൾ പോണ വഴി ജാഫ്നിയ അല്ലേ? ബോസ് ഒരു സൈഡ് അയക്കണ്. ഞാൻ ഇപ്പോൾ സൈഡാവും, കാരണം നല്ല ഉറക്കുണ്ട്. ഇപ്പോൾ ടൈം 3 മണി. എൻ്റെ നാട്ടിലത്തെ ടൈം 3 ഇവിടുത്തെ ടൈം 1:30. ഇവിടെ 1:30, അപ്പോൾ നാട്ടിൽ 3 മണി. അപ്പോൾ ഗൈസ്, നമുക്ക് എത്രത്തോളം യാത്രയുണ്ടെന്ന് എനിക്കറിയില്ല, ബോസിനെ അറിയുള്ളൂ. എല്ലാം ബോസിനും അറിയില്ല. എൻ്റെ സ്പോൺസർ ഇതിനുള്ളിൽ കയറി ഒരു സുഖം, പുറത്ത് പേരും ചൂടാം. ഇതൊക്കെ അറിഞ്ഞിട്ടാണ് ഞാൻ വന്നത്. നോക്കിയിട്ട് കാര്യമില്ല, പറ്റിപ്പോയി അല്ലേ? ചിരിച്ചിനൊക്കെ കള്ളം കൊണ്ടുവന്നുണ്ട്. അതൊക്കെ ഒരു കഥയാണ്. ആ കഥക്കായിട്ട് ഞാൻ എപ്പിസോഡ് ചെയ്യുന്നുണ്ട് അല്ലേ? എല്ലാം വളരെ പെട്ടെന്നായിരുന്നു സുഹൃത്തുക്കളെ. അതെന്താ എനിക്ക് കാണിക്കണേ? സേഫ് ആൻഡ് സ്മൂത്ത് ട്രാൻസ്പോർട്ട് ഫോർ ഓൾ. ആയിക്കോട്ടെ, വി കീപ് ദുബായ് മൂവിങ്. ആയിക്കോട്ടെ, അങ്ങനെ ചെയ്യണം. അപ്പോൾ ഗൈസ്, നല്ല ഉറക്കം വരുന്നുണ്ട്. അപ്പോൾ ഞാനൊന്ന് മയങ്ങട്ടെ. നമ്മൾ ഇനി അടുത്തെത്തുമ്പോൾ നമ്മളെ അമ്മോനവിടെ കാത്തുകിട്ടോ. വിളിക്കാൻ വരുന്ന അറിയില്ലല്ലോ ഇതുവരെ അറിയില്ലല്ലോ. നെറ്റിക്കും കാണാൻ പോയി. സെറ്റല്ലേ ഞാൻ എക്സൈറ്റഡ്. വീണ്ടും അപ്പോൾ കാണാം. ഇവിടെ നമ്മൾ കാരണം മറക്കണം. നമ്മളെ തോന്നുന്നത് കൂടെ പോകരുത്, ഇതിൽ കൂടെ തന്നെ പോകണം. അല്ലെങ്കിൽ എന്ത് സംഭവിക്കും?
500 ദിർഹംസ് ഫൈന്. ഏതാ വണ്ടി? അല്ല ഗൈസ് വേറെ കാര്യങ്ങളും ചെയ്യാം. ഓ വിശന്നിട്ട് സുഖാണല്ലോ. എവിടെടാ ഗൈസ്? അപ്പോൾ നമ്മൾ ഒരു എത്ര മണിക്കൂർ? 2 മണിക്കൂറല്ലേ? ഏകദേശം 2 മണിക്കൂറത്തെ യാത്രയ്ക്ക് ശേഷം നമ്മൾ ജഫ്നയിലെത്തിക്കുന്നു. ഇവിടെ നമ്മൾ പിക്ക് ചെയ്യാൻ നമ്മളെ അമ്മോനും നിങ്ങളെൻ്റെ കൂടെ കുറേ ബ്ലോഗിൽ കണ്ട നമ്മളെ ചങ്ക് ഷാവുൽ കസിൻ ഒക്കെപ്പാടെ എല്ലാവരും ഒറ്റ സർപ്രൈസ് ആക്കണം. ഇതൊന്നും അറിഞ്ഞിട്ടില്ലല്ലോ. ഞാനിത് നാട്ടിലും അറിയില്ല ഗൈസ്. അതാണ് ഇതിൻ്റെ ഹൈലൈറ്റ്. ഞാൻ പറഞ്ഞല്ലോ എൻ്റെ അമ്മ ആപ്പ ഇബന് ഞാൻ ഉമ്മാണ്ട് പറയേണ്ടി വന്നു. ഇവിടെയൊക്കെ പ്രശ്നമില്ലല്ലോ. വ്ളോഗ് അറിയില്ല കേസ്. 500 പോണത്. ദിർഹം ബുക്കില്ല. ദിർഹം ഗൈസ്. വേറെന്ത് വിഷയിച്ചാൽ രാജ്യം മാറിയതിൻ്റെ പ്രശ്നങ്ങൾ എൻ്റെ ശരീരത്തെ കുറിച്ച് കാണിക്കുന്നുണ്ട്. നല്ല തലമിന്നൽ എല്ലാം ഉണ്ട്. ഒക്കെ നമുക്ക് പരിഹാരം ഉണ്ടാക്കാം. എല്ലാം ഇറങ്ങിയുള്ളൂ. എന്തൊക്കെ കാണാൻ കിടക്കുന്നത്. എത്ര ദിവസം ഉണ്ട് വെച്ചാൽ ഇതേ അല്ലേ? എല്ലാം 2 ദിവസത്തെ ഒറ്റ മൈൻഡ്. 2 ദിവസത്തെ ഒറ്റ മൈൻഡ്. ഇപ്പോഴത്തെ ഇനി നമ്മളെ അവിടെ സർപ്രൈസുകൾ അറിഞ്ഞിട്ടില്ലല്ലോ. ആരും അറിഞ്ഞിട്ടില്ല ഗായ്സ്. സർപ്രൈസ് ആയോ? അത് മതി ഗൈസ്. സർപ്രൈസ് ആയി. ഇതാണ് നമ്മളെ അമ്മോൻ. ആർക്കും അറിയില്ല. ഞാൻ നാളെ ഇവിടെ എത്തി ഫോട്ടോ കാണുമ്പോൾ എല്ലാവരും അറിയുള്ളൂ. ഉമ്മാക്കറിയും. എങ്ങനെയൊക്കെ എത്താല്ല പരിപാടി എടുത്തറിയോ? അമ്മക്കറിയും, അപ്പാക്കറിയും. ആ ഫോണിന്റെ തലേന്ന് പറഞ്ഞു. ഇന്നലെ ഞാൻ പറഞ്ഞു ആ വരുന്നേ സാവിലാണ്. ഞെട്ടി ഞാൻ പിടിക്കാം. ഞെട്ടിയോ? ഞെട്ടിയോ? സർപ്രൈസായോ? നീച്ചൊക്കെ എങ്ങനെ എണീക്കുമ്പോ കാണുമ്പല്ലേ ഒരിക്കലും പ്രതീക്ഷിക്കുന്നില്ല. എന്നെ ഫസ്റ്റ് ഇന്നെ കണ്ടത് അതാണ് ഞാൻ കുറച്ച് കാലം കുറച്ച് ദിവസം വരണം കരുതുന്നു. അപ്പൊ ചോദിച്ചപ്പോ ഒരു റൂമുണ്ട്. അതന്നെ 2 ദിവസത്തെ ഒറ്റ മൈൻഡ്. സാധാരണ ഒറ്റ മൈൻഡ് ഒരു ദിവസം. പക്ഷെ ഇത് 2 ദിവസം ഒറ്റ മൈൻഡ് വേണം ഇങ്ങോട്ട് എത്തണമെങ്കിൽ. അയ്യോ. അപ്പൊ ഗൈസ് ഫുഡ് കഴിച്ചിട്ട് ഒരു വ്ളോഗ് വൈൻഡപ്പ് ചെയ്യാം. ഇതൊരു 1.5 വ്ളോഗ്. നമ്മളെ ഇന്നലെ കണ്ടില്ലേ അമ്മോൻ്റെ ചെക്കൻ നമ്മളെ ചെക്കനാണ്.
അപ്പോൾ ഓൻ അറിഞ്ഞിട്ടില്ല ഞാൻ വന്നത്. അപ്പോൾ സർപ്രൈസാണ് മൊത്തത്തിൽ. നോക്കൂ, അറിഞ്ഞിട്ടില്ല. സർപ്രൈസ് ആയോ? അതാണ് നമുക്ക് ഹേയ് എന്താ നമ്മൾ നമ്മുടെ റൂമിലേക്ക് കടക്കുകയാണ്. ഞാൻ ഫുഡ് കഴിച്ച് പിന്നെ ഫുഡ് കഴിക്കണ കാണിക്കാൻ നിന്നില്ല, കാരണം അത്രയ്ക്ക് ടയേർഡായിരുന്നു. ഇപ്പോൾ ഒന്ന് ഉഷാറായത്. വിചാരിച്ച മാതിരി ഇപ്പം ഇതാക്കി. ഇവനെ ഇങ്ങനെയല്ല സർപ്രൈസ് ചെയ്യാൻ കേൾപ്പിച്ചത്. ഇവനെ നാളെ സർപ്രൈസ് കഴിക്കാൻ കേൾപ്പിക്കാവൂലേ? ഇത് ഇന്നിപ്പോൾ പെടുത്തി. അപ്പോൾ ഗൈസ് ഇനി എന്താ പരിപാടി വെച്ചാൽ ബീഫുണ്ട്, സാധനങ്ങളുണ്ട്. അപ്പോൾ ഞാൻ പറയണമെന്ന് വെച്ചാൽ അല്ലേച്ചിട്ടാ അല്ല റൂം നമുക്കിത് വൈൻഡപ്പ് ചെയ്യണേ. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മളെ റൂം ഇതാണ് നമ്മളെ പെട്ടി. വിശാലമായ റൂം. അടുത്ത കുറച്ചധികം ദിവസങ്ങളിൽ ഞാൻ പിന്നെ താമസിക്കുന്നത്. ഓ വ്യൂ കിട്ടില്ല വ്യൂ. അപ്പോൾ ഗൈസ് ഞാൻ വളരെ ടയേർഡാണ്. ഫുഡ് കഴിച്ചു, അതിൻ്റെ ക്ഷീണം കുറച്ചധികം ഓണായി, പക്ഷേ ഭയങ്കര ക്ഷീണമുണ്ട്. ഉറങ്ങിയിട്ടില്ല, എനിക്ക് ഫ്ലൈറ്റ് എന്ന് പറയാൻ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ഗൈസ് ഇത്രമാത്രം പറഞ്ഞുകൊണ്ട് ഈ വ്ളോഗ് ഇവിടെ അവസാനിപ്പിക്കുന്നു. അപ്പോൾ ദുബായിയുടെ കണ്ണൻ ചിപ്പിക്കുന്ന കാഴ്ചകളുമായി ഞാൻ നിങ്ങളെ വരും. അപ്പോൾ ഈ വ്ളോഗ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് രൂപത്തിൽ രേഖപ്പെടുത്തുക. അപ്പോൾ ഇത്രമാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ വീഡിയോ അവസാനിപ്പിക്കുന്നു. ബൈ.